ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 വാക്യം. ശ്രദ്ധേയമായൊരു വാക്യമാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറിവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിരിക്കുന്ന അരുളി ചെയ്യുന്നു, ഞാൻ സകലവും പുതുതാക്കുന്നു. എല്ലാം പുതുക്കുന്ന ക്രിസ്തു, സകലവും പുതുക്കുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, നമ്മുടെ കൂട്ടായ്മയിൽ ആരുടെയും ബുദ്ധിയല്ല പ്രവർത്തിക്കുന്നത്, ആരുടെയും കഴിവല്ല പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം, കർത്താവായ യേശുക്രിസ്തു തന്നെ വന്നു നിന്ന് നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് പലർക്കും ഇത് അനുഭവമായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അനേകർ ഇത് അനുഭവിക്കുന്നുണ്ട്. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനുള്ള ഏകവിസ്തരൂഹ, മനുഷ്യൻ്റെ നാവിൽ കൂടി സംസാരിക്കുന്ന ജീവനുള്ള ഏകവിസ്തരൂഹ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടിയാണ്. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. സ്വർഗീയ സ്വരം എൻ്റെ കാതിൽ നിന്ന് മുഴങ്ങണമേ, എൻ്റെ ഹൃദയത്തിലും മുഴങ്ങണമേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കൊണ്ട് എല്ലാം പുതുതാക്കുന്ന ദൈവം, സകലവും പുതുതാക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. എല്ലാം പുതുതാക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5 അധ്യായം 17 വാക്യം വായിക്കാം. എല്ലാം ദൈവം പുതുതാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒന്നാമത്തെ പുതിയ സൃഷ്ടിയായി മാറുന്നു. ശരീരം പഴയത് തന്നെയാണ്. കണ്ണുകളും കാതുകളും നാവും മൂക്കും എല്ലാം പഴയത് തന്നെ. പക്ഷേ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. പുറമേ നോക്കിയാൽ പണ്ടത്തെ ആൾ തന്നെ. പുറമേ നോക്കിയാൽ മറ്റുള്ള നോക്കുമ്പോൾ കൈകളും കാലുകളും എല്ലാം അത് പഴയത് തന്നെ, പഴയ ആകൃതി തന്നെ, പഴയ രൂപം തന്നെ. പക്ഷേ അകത്ത് ആൾ പുതുതായിത്തീരുന്നു. ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടി. ദൈവത്തിന് സ്തോത്രം. പുതുതായൊരു അനുഭവം. ആ അനുഭവമാണ് നമുക്ക് വേണ്ടത്. പഴയത് കഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു, പുതുതായി തീരുന്നു. പുതിയ ഒരനുഭവം, പുതിയ സൃഷ്ടി, പുതിയ ഒരനുഭവം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം. യെഹെസ്കേൽ 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയ ഹൃദയം തരും. പുതിയ ഹൃദയം. ഹൃദയം പുതുതായി കിട്ടുന്നു. നമ്മുടെ ഏതേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിന് ഒരു കെട്ടുറപ്പ് കിട്ടും, നമുക്കൊരു ധൈര്യം കിട്ടും, നമുക്കൊരു പ്രസാദമായൊരു ജീവിതം കിട്ടും, സന്തോഷപരമായ ജീവിതം കിട്ടും. 1 പുതിയ സൃഷ്ടി, 2 പുതിയ ഹൃദയം. ഇതെല്ലാം പറഞ്ഞു പോയ കാര്യങ്ങളാണ്, എങ്കിൽ ഞാൻ ഒന്ന് ഓർപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തേത്, ദൈവത്തിന് പുതിയൊരു ആത്മാവിന് ലഭിക്കും. അത് ഇതേ യെഹെസ്കേൽ പ്രവചനത്തിൽ തന്നെ 36 അധ്യായം 26 വാക്യം വായിക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പുതിയൊരാത്മാവ് നിങ്ങളിലാക്കും. പുതിയൊരാത്മാവ് ഉള്ളിൽ ഇതുവരെയും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ദുരാത്മാവാണ്. ദുരാത്മാക്കൾ വ്യാപിച്ചിരുന്ന ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ദുരാത്മാക്കളാണ് നമ്മെ നയിച്ചുകൊണ്ടിരുന്നത്. ദുരാത്മാക്കൾ. നാം പാവത്തിൽ പോകുമ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല, പാവത്തിൽ പോകുന്നു, അത് ദോഷമാണെന്ന് അറിവുണ്ടായിരുന്നില്ല. മദ്യപാനം കൊണ്ട് അനേക കുടുംബങ്ങൾ നശിക്കുന്നു. പക്ഷേ നമുക്ക് സുബോധം ഉണ്ടാകില്ല. മദ്യപാനത്തിൽ കഴിയുന്ന മനുഷ്യന് സുബോധമില്ലാത്തത് കൊണ്ട്, അവൻ്റെ സ്വന്തം ശരിയായ ബോധം വരാത്തതുകൊണ്ട് അവൻ എന്തെല്ലാമോ വൃത്തികേടുകൾ ചെയ്യുന്നു, എന്തെല്ലാം വൃത്തികേടുകൾ പറയുന്നു. മദ്യപിക്കുന്ന മനുഷ്യൻ ബോധം കെട്ടവനെ പോലെ, ബോധമില്ലാത്തതിനെ പോലെ സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും ക്രൂരമായി പെരുമാറുന്നു. സ്വന്തം ഭാര്യയെ കഠിനമായി ഉപദ്രവിക്കുന്നു. കാരണം സുബോധം പോയി. അവിടെ ഒരു പുതിയ ആത്മാവ്, ദുരാത്മാക്കളാണ് ചെയ്യിക്കുന്നത്.
മദ്യപിക്കുന്നയാൾ, അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്നയാൾ, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നയാൾ, അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത് അവരുടെ ഉള്ളിൽ ദുരാത്മാക്കളാണ്. ദുരാത്മാവ് പുതിയൊരാത്മാവ് നിങ്ങൾക്ക് തരും. പുതിയൊരാത്മാവ് ഇതുവരെ വ്യാപരിച്ചുകൊണ്ടിരുന്ന ആ ദുരാത്മാക്കൾ മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. പ്രകാശം വരുമ്പോൾ ഇരുട്ട് മാറുന്നതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം വരുമ്പോൾ ഈ ദുരാത്മാക്കളെല്ലാം വിട്ടുപോകും. കറുത്തിരുണ്ട സത്വങ്ങൾ എല്ലാം ഇറങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഒരു അവസരത്തിൽ ആരോ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് ദർശനം കാണിച്ചു തന്നു. ദർശനം ഇതാണ്: ആ ശരീരത്തിൽ നിന്ന് കടുന്നലുകൾ പോലെ കുറേയേറെ ദുഷ്ടപ്രാണികൾ പറന്നു പോകുന്നു. പ്രാർത്ഥിച്ച് ദൈവത്തിനായി ജീവിതം സമർപ്പിച്ച ആ ദൈവവൈതലിൻ്റെ ഉള്ളിൽ നിന്നാണ് കടന്നലുകൾ പുറത്തു പോകുന്നത്. കടന്നൽ കുത്തി നോക്കിയൊന്നും തരല്ല, വിഷമുള്ളതാണല്ലോ. കടന്നൽ ഒന്നല്ല, 10,000-കണക്കിന് കടന്നലുകൾ ഇങ്ങനെ ഓടുന്നു. കർത്താവ് കാണിച്ചു തന്നു, ഈ ദുരാത്മാക്കളായിരുന്നു. അനേക ദുരാത്മാക്കൾ മനുഷ്യരിൽ കുടികൊള്ളുകയാണ്. ദുരാത്മാക്കൾ വസിക്കുന്ന ഹൃദയത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് ഈർഷ്യ ഉണ്ടാകുന്നത്, നമുക്ക് നീരസം ഉണ്ടാകുന്നത്, നമുക്ക് കയ്പുണ്ടാകുന്നത്, ദ്രവ്യാഗ്രഹം ഉണ്ടാകുന്നത്, ചിലരോടുള്ള വൈരാഗ്യം ഉണ്ടാകുന്നത്. അതുപോലെ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെടുന്നതെല്ലാം ദുരാത്മാക്കളാണ് ശീലിച്ചുകൊണ്ട് പോകുന്നത്. ക്രോധം, കോപം മുതലായ കാര്യങ്ങൾ, അതിൽ പലർക്കും ജയമില്ല. ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ പെട്ടെന്ന് ചുണ്ടിപ്പിടിക്കും, പെട്ടെന്ന് ദേഷ്യം വരും. എല്ലാം ദുരാത്മാക്കളുടെ പരിപാടിയാണ്. പക്ഷേ ഈ ദുരാത്മാക്കളെല്ലാം മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. പുതിയൊരാത്മാവിന് നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. പുതിയൊരാത്മാവ് വീണ്ടും നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെ വാക്യങ്ങൾ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, പണ്ടത്തെ നടപ്പ് സംബന്ധിച്ച്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പഴയ മനുഷ്യനെ അങ്ങ് ഉപേക്ഷിച്ച് കഴിയുന്നു. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യൻ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട, ദൈവിക സാദൃശ്യമുള്ളവനായി, ദൈവിക സ്വഭാവമുള്ളവനായ ഒരു പുതിയ മനുഷ്യനാക്കി സൃഷ്ടിക്കുന്നു. അതുതന്നെയാണ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം വായിക്കും. 5-6 വാക്യങ്ങൾ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. നമ്മുടെ അവയവങ്ങളിലുള്ളതായ ആ ദുഷ്ടതകൾ, ആ തിന്മകൾ, അതെല്ലാം മാറ്റിക്കളയുക, ഉരിഞ്ഞു കളയുക. ഒന്നുകൂടെ വായിക്കാം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. പിന്നെ ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം, അന്ന് ഈ തിന്മയിലൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. അങ്ങനെ പാപത്തിൽ നിങ്ങൾ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു, മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. ഇപ്പോഴോ നിങ്ങളെല്ലാം ഈ തിന്മയെല്ലാം വിട്ടുകളയുവിൻ. എന്തൊക്കെയാണ്? വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, മാത്രമല്ല കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. പിന്നെ അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം, സൃഷ്ടാവായ ദൈവത്തിന്റെ അതേ പ്രതിമ, അതേ ഛായയുള്ള പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. പഴയതെല്ലാം ഉരിഞ്ഞു കളയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ദൈവത്തിന് പരിശുദ്ധാത്മാവ് ചെയ്തു തരും. വചനം നാം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതെല്ലാം. പുതിയ മനുഷ്യൻ, പഴയ മനുഷ്യൻ മാറി പുതിയ മനുഷ്യനായിത്തീരുന്നു. പുതിയ സൃഷ്ടി, പുതിയ ആത്മാവ്, പുതിയ ഹൃദയം, പുതിയ മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. പുതിയ മനുഷ്യൻ സരിക്കുക. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ഇതിനോട് ചേർന്ന് ചില വാക്യങ്ങൾ വായിക്കണം. ഫിലേമോൻ്റെ ലേഖനം എടുക്കാം. ഫിലേമോൻ്റെ ലേഖനത്തിൽ ദൈവത്തിന് സ്തോത്രം നാം കാണുന്നുണ്ട് പുതിയ മനുഷ്യൻ എന്താണ് എന്ന്. ഫിലേമോന്റെ ലേഖനം 11-ാം വാക്യം മുതൽ. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു. ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. 15-ാം വാക്യം. അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവൻ അല്പകാലത്തേക്ക് വിട്ടുപോയത് സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനാണ്.
അവൻ ഇനി ദാസനല്ല, അവനിനി ദാസനല്ല, ദാസനു മീതെ പ്രിയ സഹോദരൻ തന്നെ. ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്രയധികം. അവൻ എനിക്ക് പ്രിയനാകുന്നു. അത് മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ ഫിലേമോൻ ലേഖനത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. ഫിലേമോൻ ലേഖനം അത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒരു സ്വകാര്യ കത്താണ്, പ്രൈവറ്റ് ലെറ്റർ. അന്ന് കൊലോസിയിലുണ്ടായിരുന്ന ഒരു ദേവദാസനാണ് ഫിലേമോൻ. സമ്പന്നനായ ഒരു ആളായിരുന്നു, നല്ല ധനികനായിരുന്നു ഫിലേമോൻ. അന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ കൊലോസിയിൽ നിന്ന് വന്ന ദൈവമക്കളോട് സംസാരിച്ച കൂട്ടത്തിൽ ഫിലേമോൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഫിലേമോൻ്റെ വീട്ടിൽ ഫിലേമോന് ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് അപ്പിയ എന്നാണ്. ഫിലേമോന് ഒരു മകനുണ്ട്, അവൻ്റെ പേര് അർക്കിപ്പോസ് എന്നാണ്. അക്കാലം അടിമ വ്യവസായമുള്ള കാലമായിരുന്നു. അടിമകൾ ധാരാളം ഉണ്ടായിരുന്നു. ആ വീട്ടിലെ സകല കാര്യങ്ങൾ അടിമകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏറെക്കാലവും നിലനിന്നിരുന്നു. പഴയ കാലത്ത് അടിമ വ്യവസായം നിലനിന്നിരുന്ന കാലമാണ്. അന്ന് ഫിലേമോൻ്റെ വീട്ടിൽ അടിമകൾ ധാരാളം ഉണ്ടായിരുന്നു. ഫിലേമോൻ പക്ഷേ ഈ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അപ്പോസ്തലനായ പൗലോസിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഫിലേമോൻ്റെ സ്വഭാവത്തിൽ കാതലായി മാറ്റം വന്നു. അടിമകളോടുള്ളതായ യജമാനഭാവം മാറി. അവരെ വളരെ സ്നേഹത്തോടെ കാണാൻ തുടങ്ങി. വളരെ മാർദ്ദവമായി സംസാരിക്കാൻ തുടങ്ങി. വളരെ മൃദുലമായി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അടിമകളിൽ ചിലർക്ക് ദുസ്വാതന്ത്ര്യം വന്നു. യജമാനൻ മാനസാന്തരപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലും ചെയ്താലും ഉപദ്രവിക്കില്ലല്ലോ അല്ലെങ്കിൽ ശിക്ഷിക്കില്ലല്ലോ എന്നൊക്കെ ഒരു തോന്നൽ അവർക്ക് വന്നു. അതിൽ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ അടിമയുടെ പേരാണ് ഒനേസിമോസ്. ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ അടിമയായിരുന്നു. ഈ ഒനേസിമോസ് യജമാനൻ്റെ വീട്ടിൽ എല്ലായിടത്തും കയറിപ്പറ്റാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചു. ഒരു ദിവസം അവൻ കുറേ പൈസയും മോഷ്ടിച്ചുകൊണ്ട് അവൻ ഫിലേമോൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഫിലേമോൻ്റെ കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ അടിമ ഓടിപ്പോയാൽ കൊല്ലുക സ്വാഭാവികമാണ്. ഫിലേമോൻ പക്ഷേ കൊല്ലുകയില്ലായിരിക്കും, പക്ഷേ എങ്കിലും ഭയന്നു പോയി, മോഷ്ടിച്ചുകൊണ്ട് പോയി. അന്ന് ലോകത്തെ ഏറ്റവും ശക്തവും ഭദ്രവുമായ സംസ്കാരം ഉണ്ടായിരുന്ന നാട് റോമൻ നഗരമാണ്, റോമാ നഗരം. അവൻ റോമാ നഗരത്തിലേക്ക് ഓടിപ്പോയി. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, വേണ്ടതിനൊക്കെ ചെയ്യാം. എന്തെല്ലാമോ അകൃത്യങ്ങളൊക്കെ ചെയ്തു. പണമെല്ലാം തീർന്നു. അവനെന്തോ അകൃത്യം ചെയ്തു. എന്താണെന്ന് തിരുവചനത്തിൽ മനസ്സിലാകുന്നില്ല. എന്തോ ഒരു കൊള്ളരായ്മ ചെയ്തു. അവനെ പിടികൂടി അവനെ ജയിലിലാക്കി. റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. പക്ഷേ അവനെ കൊണ്ടുവന്നിട്ട ജയില് അത് അന്ന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ജയില് അപ്പോസ്തലനായ പൗലോസ് കിടക്കുന്ന ഒരു ജയിലായിരുന്നു. പൗലോസ്ലിഹായെ റോമൻ സർക്കാർ പിടിച്ച് ജയിലിലടച്ച സമയത്ത് ആ ജയിലിൽ പൗലോസ്ലിഹ കിടക്കുമ്പോഴാണ് ആ ജയിലിൻ്റെ മുറിയിലേക്ക് ഈ പുതിയ തടവുകാരൻ വന്നത്. പൗലോസ്ലിഹ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവൻ ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നീട് പൗലോസ്ലിഹയുടെ ജീവിതത്തിലെ പ്രാർത്ഥനയും ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയും എല്ലാം കണ്ടപ്പോൾ അവന് എല്ലാം തുറന്നു പറയണമെന്ന് തോന്നി. അവന് ജയിലിൽ നിന്ന് വിടാനുള്ള സമയമായി, അവന് തടവ് കഴിഞ്ഞ് പോകാനുള്ള സമയമായി. അന്ന് പൗലോസ്ലിഹയോട് പറഞ്ഞു, ഞാൻ വലിയ കടുങ്കൈ ചെയ്തിട്ടാണ് പോകുന്നത്, വലിയൊരു അക്രമം ചെയ്തിട്ടാണ് പോകുന്നത്. എന്താണത്? ഞാൻ കൊലോസിയിലെ ഫിലേമോൻ എന്ന എൻ്റെ യജമാനോട് അകൃത്യം ചെയ്തിട്ടാണ് പോകുന്നത്. യജമാനെ ഞാൻ വളരെ സ്നേഹിച്ചിരുന്നതാണ്. യജമാൻ എന്നെയും സ്നേഹമായിരുന്നു. പക്ഷേ ഞാൻ ആ സ്നേഹമെല്ലാം മറന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചു. ഞാനൊരു മോഷ്ടാവാണ്. അതെല്ലാം ഞാൻ ചിലവഴിച്ച് കഴിഞ്ഞു. ഇവിടെ സുഖിച്ച് പൊളച്ച് ജീവിച്ചു, എല്ലാം ചിലവഴിച്ചു. അങ്ങനെ കഴിയുമ്പോഴാണ് എന്നെ റോമൻ സർക്കാർ പിടിച്ച് ജയിലിലാക്കിയത്. എനിക്ക് ഇനി വീട്ടിൽ പടക്കി പോകാൻ എനിക്ക് ഒരു സ്ഥലമില്ല. യജമാൻ്റെ അടുക്കൽ ചെന്നാൽ യജമാൻ എന്നെ കൊല്ലും, ഫിലേമോൻ എന്നെ കൊല്ലും. പുറത്തിറങ്ങിയാൽ എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. എനിക്ക് എന്താ വേണ്ടെന്ന് അറിയാൻ പാടില്ല. പൗലോസ്ലിഹ പറഞ്ഞു, ഫിലേമോനെ എനിക്ക് പരിചയമുണ്ടല്ലോ. ഫിലേമോൻ ദൈവത്തിൻ്റെ മഹത്വപൂർണ്ണമായ സഭയിലൊരു അംഗമാണല്ലോ. ഫിലേമോൻ എൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട ആളാണല്ലോ. എനിക്ക് വളരെ പരിചയമുണ്ടല്ലോ. എനിക്ക് എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. പൗലോസ്ലിഹ പറഞ്ഞു. അവനോട് പറഞ്ഞു, നീ നേരെ ഫിലേമോൻ്റെ അടുക്കൽ ചെയ്യുക. അയ്യോ, എന്നോടങ്ങനെ പറയല്ലേ, ഫിലേമോൻ്റെ അടുക്കലേക്ക് പോയാൽ എന്നെ കൊല്ലും. കാരണം ഞാൻ അക്രമം ചെയ്തിട്ടല്ലേ പോകുന്നത്. ഇത്രയും വലിയ അകൃത്യം ചെയ്തു വന്ന് ഒരു അടിമയെ കൊല്ലുമെന്നുള്ള സംശയമില്ല. ശരി, നീ ഒരു കാര്യം ചെയ്യുക. നീ പേടിയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരു എഴുത്ത് തരാം. ഒരെഴുത്ത് അത് എഴുതി അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പൗലോസ്ലിഹ പറഞ്ഞു, നീ ഒന്നും പറയണ്ട, നീ ചെന്ന് ഈ എഴുത്തങ്ങ് കൊടുത്താൽ മതി, ഞാൻ തന്നുവിടുന്ന ഈ എഴുത്തുനിന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഒരു എഴുത്ത് കൊടുത്തയച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ എഴുത്തുമായിട്ട്
ഈ അടിമയായ ഒനേസിമോസ് കൊലോസിയിലേക്ക് പോയി. അങ്ങ് ദൂരെ നിന്ന് ഈ ഒനേസിമോസ് വരുന്നത് ഫിലേമോൻ കണ്ടു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയവനല്ലേ ആ വരുന്നത്. അപ്പിയോട് ചോദിച്ചു. അപ്പി പറഞ്ഞു, എനിക്കങ്ങനെ തോന്നുന്നുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഒളിച്ചോടി പോയവനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. മോൻ അർക്കിപ്പോസ് ഉണ്ട്, അവനെ വിളിച്ചു. മോനെ നീ നോക്കിയത് ആ വരുന്നത് നമ്മുടെ ഒനേസിമോസ് അല്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയവൻ? അതേലോ, അവനാണല്ലോ. അവൻ വന്നു, ഒരു അത്ഭുതത്തോടെ നോക്കി. അടിമ തിരിച്ചു വന്നിരിക്കുന്നു. വേണ്ടി കൊല്ലാനുള്ള അധികാരമുണ്ട്, ആരും ചോദിക്കില്ല. അടിമ തിരിച്ചു വന്നിരിക്കുന്നു. ഈ ഫിലേമോൻ അവൻ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കൈ വിറയ്ക്കുന്നു. കൈ വിറയ്ക്കുന്ന ആ വിറയ്ക്കുന്ന കൈ കൊണ്ട് ഈ എഴുത്ത് ഫിലേമോൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അവൻ ഏങ്ങലടിച്ചുകൊണ്ട് നിന്നു, കരഞ്ഞുകൊണ്ട് നിന്നു. ഫിലേമോൻ ആ എഴുത്ത് കുറച്ച് വായിച്ചപ്പോഴേക്കും വായിക്കാൻ പറ്റുന്നില്ല. കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞു. ഫിലേമോൻ എഴുത്ത് മകനായ അർക്കിപ്പോസിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അർക്കിപ്പോസ് എഴുത്ത് ഉറക്കെ വായിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ എഴുത്ത് ഓരോ വാക്കും വായിച്ച് വരുമ്പോഴേക്കും ഫിലേമോൻ ഏങ്ങലടിക്കുന്നു, അപ്പിയ ഭാര്യ ഏങ്ങലടിക്കുന്നു, അർക്കിപ്പോസും വായിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്താണ്. എന്താണ് എഴുത്ത്? നമുക്ക് വായിച്ച് കേൾക്കാം. ഫിലേമോൻ്റെ ലേഖനം 1 വാക്യം മുതൽ വായിക്കാം. ഒരധ്യായമേ ഉള്ളത്. ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തീമോത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലേമേൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആദ്യത്തെ ആശംസാവാക്യം, ആദ്യം മുഖവരി അങ്ങനെയാണ്. ആരാണ് എഴുതുന്നതും ആർക്കാണ് എഴുതുന്നതും വ്യക്തമായിക്കൊണ്ട് ആ സ്നേഹത്തിൻ്റെ നിറവുള്ള ഒരു എഴുത്ത് എഴുതുകയാണ്. വായിക്കാം. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫിലേമോൻ്റെ ആ വിശ്വാസദാർഢ്യത്തെയും ദൈവസ്നേഹത്തെയും മനസ്സിലാക്കിക്കൊണ്ട് ഫിലേമോനെ അഭിനന്ദിക്കുകയാണ്. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നീ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിക്കുന്നവനാണല്ലോ, വിശുദ്ധന്മാരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവനാണല്ലോ. വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. നിന്റെ സ്നേഹത്തിൽ എനിക്ക് നല്ല സന്തോഷവും ആശ്വാസവും ഉണ്ട്. എനിക്ക് നിനക്ക് എന്നെക്കുറിച്ച് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ച് അതുപോലെ തന്നെ സ്നേഹവും ആശ്വാസവും ഉണ്ട്. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സിനും ഇപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹനിമിത്തം അപേക്ഷിക്കുകയത്രേ ചെയ്യുന്നത്. നിന്നോട് കൽപ്പിക്കാൻ എനിക്ക് അവകാശവും അധികാരമൊക്കെ ഉണ്ട്, കാരണം നീ കൂട്ടായ്മയിലുള്ളവനാണല്ലോ. പക്ഷേ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വളരെ എളിമയോടെ കർത്താവിൻ്റെ ദാസനായിട്ട് നിൻ്റെയും ദാസനെ പോലെ ഞാൻ നിന്നോട് യാചിക്കുകയാണ് ചെയ്യുന്നത്, കൽപ്പിക്കുന്നില്ല, യാചിക്കുകയാണ് ചെയ്യുന്നത്. തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. ഞാൻ തടവിലായിരുന്നപ്പോഴാണ് ഒനേസിമോസ് തടവിൽ വന്നത്. അന്ന് എൻ്റെ വാക്കുകൾ കേട്ട് അവൻ്റെ ജീവിതം കണ്ടും അവൻ മാനസാന്തരം ഉണ്ടായി. അന്ന് അവൻ ആത്മാവിൽ ജനിച്ചു, വീണ്ടും ജനിച്ചു. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു ഞാനോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു. ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. ഇപ്പോൾ ആൾ മാറി. ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവനായി തീർന്നു, നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. എനിക്ക് അവൻ പ്രാണപ്രിയനാണ്, പ്രയോജനമുള്ളവനാണ്, പ്രാണപ്രിയനാണ്. അവനെ ഞാൻ ഇതാ മടക്കി അയച്ചിരിക്കുന്നു, നിന്റെ അടുക്കലേക്ക് തിരിച്ച് അയച്ചിരിക്കുകയാണ്, മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൻ എൻ്റെ അടുക്കൽ തന്നെ നിർത്തി, എൻ്റെ മുറിയിൽ തന്നെ നിർത്തി എന്നെ ശുശ്രൂഷിക്കാൻ അവനെ ആക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവനെ പറഞ്ഞു വിടണമെന്ന് എനിക്ക് തോന്നി. സുവിശേഷം നിമിത്തമുള്ള ഈ തടവിൽ ഞാൻ ഇരിക്കുമ്പോൾ അവൻ എന്നെ ശുശ്രൂഷിച്ചാൽ എനിക്കൊരു ആശ്വാസമാകുമായിരുന്നു. പക്ഷേ അവനെ നിൻ്റെ അടുക്കലേക്ക് ഞാൻ തിരിച്ചയക്കുകയാണ്. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ
ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അങ്ങനെ നിന്റെ അടിമയെ ഞാൻ എൻ്റെ അടുക്കൽ നിർത്തുന്നത് നിന്റെ സമ്മതം കൂടാതെ എനിക്ക് പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിന്റെ അടുക്കലേക്ക് മടക്കി അയച്ചിരിക്കുകയാണ്. അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അല്പകാലത്തേക്ക് അവൻ വേർവിട്ടു പോയത് സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനാണ്. അവൻ ഇനി ദാസനല്ല, ദാസനു മീതെ പ്രിയ സഹോദരൻ തന്നെ. ഇനി അടിമയല്ല, അവൻ ദാസന്റെ മീതെ പ്രിയ സഹോദരനാണ്. അവൻ വിശേഷാൽ എനിക്ക് പ്രിയൻ എങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്രയധികം. വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് എത്രമാത്രം ജഡസംബന്ധമായും കർത്തസംബന്ധമായും എത്രയധികം കടപ്പെട്ടിരിക്കുന്നു. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ, ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു, നിന്റെ സ്നേഹിതനെ പോലെ നീ എന്നെ കരുതുന്നുണ്ടെങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്തുകൊള്ളുക. അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. എന്നെ നീ കാണുന്നത് പോലെ തന്നെ അവനെയും കണ്ട് അവനെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. അവൻ എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മോഷ്ടിച്ചുകൊണ്ടല്ലേ പോയത്, അത് എൻ്റെ പേരിൽ നീ കണക്കിട്ട് കൊള്ളുക. ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു, എൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക. പൗലോസ് എന്ന വയസ്സനും ബന്ധിക്കപ്പെട്ടനുമായി ഞാൻ ഇപ്പോൾ എന്നോട് യാചിക്കുകയാണ്, എൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക, ഞാൻ തന്നു തീർക്കാം. സ്തോത്രം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടം പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ. എനിക്കറിയാമല്ലോ നീ എന്നോട് അത്രമാത്രം കടപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാമല്ലോ. നിന്നെ തന്നെ തരാൻ കടപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാമല്ലോ. അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരനുഭവം വേണ്ടിയിരിക്കുന്നു. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക. യേശുവിൽ നീ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ആശ്വാസം തരും. ഈ ഞാൻ അയക്കുന്നവനെ നീ സ്വീകരിക്കണം, ഉപദ്രവിക്കരുത്. നിന്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ വാസ്തവത്തിൽ അത് എഴുതുമ്പോൾ പൗലോസ്ലീഹ ഒരുപക്ഷെ കരഞ്ഞുകൊണ്ടായിരിക്കും എഴുതുന്നത്. ആ എഴുത്ത് വായിച്ചു കേട്ടപ്പോൾ ഫിലേമോനും കരഞ്ഞു, അപ്പിയയും കരഞ്ഞു, അക്രിപ്പോസും കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം? കർത്താവായ യേശുക്രിസ്തു നമ്മെ തൻ്റെ പ്രിയമകനായി പ്രിയമകളായി അവിടെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അടിമകളായിരുന്നു. ആർക്ക്? പിശാചിൻ്റെ അടിമകളായിരുന്നു നാം ഓരോരുത്തരും. എന്നാൽ പാപത്തിൻ്റെ അടിമയായി കൊള്ളതായ്മയിൽ ജീവിച്ച് നമ്മെ കർത്താവായ യേശുക്രിസ്തു വീണ്ടെടുത്തു. നമ്മുടെ മേലുള്ള ചങ്ങല കർത്താവ് മാറ്റി, നമ്മുടെ മേലുള്ള ബന്ധനം കർത്താവ് മാറ്റി. ദൈവത്തിന് സ്തോത്രം. എന്തൊരത്ഭുതം! ജീവനുള്ള ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും അത്രമാത്രം തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നു. ക്രിസ്തു തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ കർത്താവായ യേശു ക്രിസ്തു മധ്യസ്ഥം വഹിക്കുകയാണ്. പിതാവേ, ഞാൻ നിൻ്റെ ഏകജാതനല്ലോ, ഞാൻ നിൻ്റെ ഏകജാതനായ തിരുക്കുമാരനല്ലോ. നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നു, നീ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ നീ കരുതുന്ന പോലെ ഈ മനുഷ്യനെയും നീ കരുതിക്കൊള്ളണം. സ്തോത്രം. കാരണം ഞാൻ അവന് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയാണ്. എന്നെ നീ എങ്ങനെ സ്നേഹത്തോടെ കരുതുന്നു, അതുപോലെ തന്നെ ഇവനെ നീ കരുതിക്കൊള്ളണം. ഇവൻ ഒരുപക്ഷെ കൊള്ളരുതായ്മയിൽ ജീവിച്ചവനായിരിക്കും, ഇവൻ കൊലപാതകം ചെയ്തവനായിരിക്കും, അക്രമങ്ങൾ ചെയ്തവനായിരിക്കും, വക്രതയുള്ളവനായിരിക്കും, എല്ലാ തിന്മയും കാപട്യമുള്ളവനായിരിക്കും, ഒരുപക്ഷെ കളവും മോഷണവും എല്ലാം വന്നിട്ടുണ്ടാവും, അശുദ്ധമായ ജീവിതം നയിച്ചവനായിരിക്കും. എങ്കിലും ഇവനെ ഞാനിതാ റെക്കമെൻഡ് ചെയ്തയക്കുന്നു, ഇവന് വേണ്ടി ഞാൻ മധ്യസ്ഥ വഹിച്ചയക്കുന്നു. നീ എന്നെ കരുതുന്നുവെങ്കിൽ ഇവനെ എന്നെപ്പോലെ നീ കരുതിക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കൂ, യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. അവൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളൊന്നും കണക്കാക്കുന്നില്ല. മോഷണം നടത്തിയിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്, കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ട്, ഭാര്യയെ കഠിനമായി പീഡിപ്പിച്ചിട്ടുണ്ട്, ഭർത്താവിന് മനോവേദന വരുത്തിയിട്ടുണ്ട്, മക്കളെ നോക്കിയിട്ടില്ല, മക്കളുടെ കാര്യം അന്വേഷിച്ചിട്ടില്ല, ചീത്ത ശീലങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു, ദുസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു, ക്രൂരതയും മൗഢ്യവും നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എന്തെല്ലാമായിരുന്നു നമ്മുടെ ജീവിതം? എന്തായിരുന്നു നമ്മുടെ ജീവിതം? ക്രൂരതയുള്ള ജീവിതമല്ലായിരുന്നുവോ? കഠിന ഹൃദയമല്ലായിരുന്നുവോ? എന്നാൽ എല്ലാം യേശു ഏറ്റെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു എല്ലാം ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വചനം പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വചനം കേൾക്കാൻ ഒത്തിരിക്കുന്നത്, സാധിച്ചിരിക്കുന്നത്. നമ്മുടെ പാവം യേശു വഹിച്ചു, എല്ലാം യേശു ഏറ്റു. എല്ലാ പാവവും യേശു തൻ്റെ മേലേക്ക് ഏറ്റെടുത്തു. എല്ലാ പാവവും ഏറ്റെടുത്തു. അപ്പോൾ യേശുവിൻ്റെ ശിരസിന്മീതെ മനുഷ്യജാതിയുടെ പാവമെല്ലാം കുന്നുകൂടി വന്നപ്പോൾ അവിടെ ഇരുണ്ട മേഘം പോലെ അങ്ങ് മുകളിലേക്ക് നോക്കാൻ വയ്യാതെ, മുകളിലേക്ക് പിതാവിലേക്ക് നോക്കാൻ വയ്യാതെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ കിടന്ന് അലറി നിലവിളിച്ചു. കാരണം
യേശു ക്രിസ്തു എൻ്റെ മേൽ ക്രിസ്തു പാവം മുഴുവൻ ഏറ്റെടുത്തു. ആരുടെ? എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും പാവം യേശു ഏറ്റെടുത്തു. എല്ലാം ഏറ്റെടുത്ത് തൻ്റെ ശിരസിന്മേലിങ്ങനെ മേഘം പോലെ കരിയിലക്കാർ പോലെ ആ പാവങ്ങളങ്ങനെ കട്ടികൂടി നിന്നു. പിതാവിലേക്ക് നോക്കിയിട്ട് കാണുന്നില്ല. കുരിശിന്മേൽ കിടക്കുമ്പോൾ കർത്താവ് നോക്കി. അതുവരെയും പിതാവിനുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. പിതാവിനിപ്പോൾ കാണുന്നില്ല. ബന്ധമുണ്ട്, പക്ഷേ പിതാവിനെ കാണുന്നില്ല. പിതാവിൻ്റെ മുഖം അപ്രത്യക്ഷമായിരിക്കുന്നു. പാപം വന്ന് കൂടിയിരിക്കുന്നു. പാപത്തിലേക്ക് പിതാവായ ദൈവത്തിന് നോക്കാൻ സാധ്യമല്ല. പാപത്തിലേക്ക് നോക്കാൻ സാധ്യമല്ല. അഴുക്കിലേക്ക് ഇത് പിതാവായ ദൈവം നോക്കുകയില്ല. ഈ നിത്യനായ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കൈവിട്ട് പോയി എന്ന് തോന്നത്തക്കവണ്ണം അത്രമാത്രം ഭയങ്കരമായി കൂരിയിട്ടാണ് കർത്താവിൻ്റെ തലമേൽ വന്ന് കൂടിയത്. അതെല്ലാം എന്ത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നമ്മുടെ പാവമാണ് കട്ടിക്കൂരിട്ടായി അവിടെ തിങ്ങിയത്. നമ്മുടെ കൊള്ളരുതായ്മകൾ പുറത്ത് അരയ്ക്കുന്നതായി നമ്മുടെ ജീവിതങ്ങൾ, ഇന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നതായി നമ്മുടെ ജീവിതങ്ങൾ, എത്ര ഭയാനകമായിരുന്നു നമ്മുടെ ജീവിതം. ഈ ജീവിതം കരുണയുള്ള കർത്താവ് അത് ഏറ്റെടുത്തു. തൻ്റെ മേലെല്ലാം ഏറ്റെടുത്തു. അതുകൊണ്ട് യേശുവിൻ്റെ കന്നത്ത് അടിയേറ്റു, യേശുവിൻ്റെ മുഖത്തേക്ക് തുപ്പലേറ്റു, യേശുവിൻ്റെ കവിളിൽ നിന്ന് രോഗങ്ങൾ പിഴുതെടുത്തു, യേശുവിൻ്റെ ശിരസിൽ മുൾമുടിയടിച്ച് താഴ്ത്തി, ഇരുമ്പ് പോലത്തെ സൂചികളുള്ള ഇരുമ്പാണി പോലത്തെ മുള്ളുകളുള്ള ആ മുൾമുടി ശിരസിലേക്ക് വെച്ചിട്ട് അവരെ കോൽ കൊണ്ട് അടിച്ചടിച്ച് ചേർത്തു. ശിരസിലെ തലകൊട്ടി പൊട്ടി രക്തം ഒഴുകാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്തിന്? യേശു പാവമില്ലല്ലോ. യേശു പാവം ചെയ്യാത്തവനല്ലേ? സ്തോത്രം. പാവമില്ലാത്തനായ യേശു എന്തിനാ ഈ ശിക്ഷയേറ്റു? ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് പറയണം, കർത്താവേ, എൻ്റെ പാവം മുഴുവൻ വഹിച്ച നല്ലവനായ യേശുവേ, എനിക്കൊണ്ട് ക്രൂശിൽ വെച്ച രക്ഷക, നിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എൻ്റെ പാവം മുഴുവൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിൻ്റെ രക്തം എന്നെ തളിച്ച് എന്നെ വീണ്ടെടുക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സമർപ്പിക്കുക. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ തലകളെ ഉണക്കാം. ഹല്ലേലൂയ. പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യൻ, പുതിയ സൃഷ്ടി, പുതിയ ആത്മാവ്, പുതിയ ഹൃദയം. ദൈവത്തിന് സ്തോത്രം. കണ്ടാൽ ഞാൻ സകലവും പുതുതാക്കും. പുതിയ അനുഭവത്തിൽ എഴുന്നേറ്റ് പോകണം. ഇന്ന് നിങ്ങളിവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ പുതിയ അനുഭവത്തിൽ പോകണം. അതിനായിട്ട് നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. നിങ്ങൾ ഹൃദയത്തിൽ പറയൂ, കർത്താവേ, ഇന്നു മുതൽ ഞാനിതാ ഒരു പുതിയ മനുഷ്യൻ, ഇന്നു മുതൽ ഞാനിതാ ഒരു പുതിയ ഹൃദയം. യേശുവേ, ഇന്നു മുതൽ ഞാനിതാ ഒരു പുതിയ ആത്മാവ്. കരുണയുള്ള കർത്താവേ, ഇന്നു മുതൽ ഞാനിതാ പുതിയ സൃഷ്ടി. ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പഴയ കഴിഞ്ഞു പോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. അതാ ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ സമയത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് കൂടെ ഉള്ളതിനായി സ്തോത്രം. അവിടെ നിങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കൃപ ഞങ്ങളെ പൊതി നിൽക്കുന്നതിനായി സ്തോത്രം. മഹത്വം ഒരുവനുഷ്യനായ യേശുവിന് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.